വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് SSLC ഹിന്ദിയിലെ അവസാനത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ പരിയിൽ ലടുക്കി എന്ന കഹാനിയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഈ കഥ എഴുതിയിരിക്കുന്നത് ലോറി ബി ഫ്രീഡ്മൻ എന്ന അമേരിക്കൻ ലേഖികയാണ്. ഇത് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് അരവിന്ദ് ഗുപ്ത. നമുക്കറിയാം, ഈ കഥയുടെ ആദ്യ ഭാഗങ്ങളൊക്കെ വളരെ സങ്കടം നിറഞ്ഞതാണെങ്കിലും അവസാന ഭാഗം രസകരമായി ഒരു ലവ് സ്റ്റോറിയായി മാറുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, अब समय आ गया है कि तुम्हारे एक आदमी बनने का माम ने ऐसा क्यों कहा होगा. ഇപ്പോൾ നീ ഒരു പുരുഷനാകേണ്ട സമയമായി. അമ്മ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? आंसर, हरमन हमेशा अपनी माम के साथ रहता था. युद्ध के समय उसे कैंप बेचते वक्त माम ने उसे हिम्मत देने के लिए ऐसा कहा. ഹർമൻ ഹമേഷ അപ്പനെ മാം കെ സാത്ത് രഹ്താത. ഹർമൻ എപ്പോഴും തൻ്റെ അമ്മയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. ഹമേഷ എപ്പോഴും. യുദ്ധക്കെ സമയം, യുദ്ധത്തിന്റെ സമയത്ത്. ഉസെ ക്യാമ്പ് ബേച്ചത്തെ വക്ത്, അവരെ ക്യാമ്പിലോട്ട് അയക്കുന്ന സമയത്ത്. മാംനെ ഉസെ ഹിമ്മത്ത് ദേനേക്കലി, അമ്മ അവന് ധൈര്യം നൽകാൻ വേണ്ടിയിട്ടാണ് ഐസാക്കഹ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നീ പുരുഷനായി എന്ന് പറഞ്ഞത് അവനൊരു ധൈര്യം പകരാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, अब यही घर है, कैदी शिविर को यहाँ घर क्यों कहा गया है. ഇപ്പോൾ ഇതാണ് വീട്. ഈ ജയിൽ ക്യാമ്പിന് എന്തുകൊണ്ടാവും വീട് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ആൻസർ, युद्ध के समय कैंप में रहने वाले लोगों का जीवन वहीं सीमित होता है. യുദ്ധസമയത്ത് ക്യാമ്പിൽ കഴിയുന്നവരുടെ ജീവിതം അവിടെ മാത്രം ഒതുങ്ങുന്നു. വേ സാരീ പരേഷാനിയാം സഹകർ വഹി രഹത്തെ ഹെ. അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്, അവിടെ ജീവിക്കുന്നത്. യുദ്ധസമയത്ത് ക്യാമ്പിലുള്ളവരുടെ ജീവിതം അവിടെ, അവർക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ പരിമിതമാണ് അവരുടെ ജീവിതം. അതുകൊണ്ട് അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവരവിടെ കഴിയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹർമൻ കി ഹമേഷ മാം കി യാദ് ക്യോം സതാത്തി ഹോങ്കി. എന്തുകൊണ്ടാണ് ഹർമനെ എപ്പോഴും അമ്മയുടെ ഓർമ്മകൾ ഇങ്ങനെ വേട്ടയാടുന്നത്? ആൻസർ, ഹർമൻ 11 വർഷക്കാലെടുക്കാതെ. ഹർമൻ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. വഹ് ഹമേഷ അപ്പനെ മാം സെ ലിപ്പെടുക്കർ രഹത്താത. അവൻ എപ്പോഴും അവന്റെ അമ്മയുടെ കൂടെയായിരുന്നു. അചാനക് പെട്ടെന്ന്, മാം സെ ദൂർ ക്യാമ്പ് മേ രഹ്നെ പർ, അമ്മയിൽ നിന്ന് മാറി ക്യാമ്പിലോട്ട് താമസം മാറ്റിയപ്പോൾ ഉസെ മാം കെ പ്യാർ കി യാദ് ആത്തി ഹോങ്കി. അവന് അമ്മയുടെ സ്നേഹം, മാം കി യാദ് അമ്മയുടെ ഓർമ്മകൾ, ആത്തി ഹോങ്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവന് 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവൻ എപ്പോഴും അമ്മയുടെ കൂടെ, അമ്മയെ കെട്ടിപ്പിടിച്ചാണ് താമസിച്ചിരുന്നത്. പെട്ടെന്ന് അവൻ അമ്മയിൽ നിന്ന് മാറി ക്യാമ്പിൽ താമസിക്കുമ്പോൾ അവന് അമ്മയുടെ സ്നേഹത്തിന്റെ ഓർമ്മകൾ, പ്യാർ കി യാദ്, സ്നേഹത്തിന്റെ ഓർമ്മകൾ ഇങ്ങനെ യാദ് ആത്തി, ഓർമ്മ വരികയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏക് ഗലത് കദം കാ മത്ലബ് ദ മൗത്ത്. മേരി മൗത്ത് ഉസ്കി മൗത്ത്. യഹാ ഗലത് കദം ക്യോം കഹാ ഗയാ ഹെ. ഏക് ഗലത് കദം കാ മത്ലബ് ദ മൗത്ത്. ഒരു തെറ്റായ ചുവട് എന്നത് മരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. മേരി മൗത്ത്, എന്റെ മരണം. ഉസ്കി മൗത്ത്, അവളുടെ മരണം. യഹാം ഗലത് കദം ക്യോം കഹാം ഗയാ ഹെ. ഇവിടെ എന്തുകൊണ്ടാണ് തെറ്റായ ചുവട് എന്ന് വിളിക്കുന്നത്? ആൻസർ നോക്കാം. बाढ़ के दूसरी ओर से परी लड़की ने हरमन की तरफ एक सेब फेंका था. വേലിയുടെ വേലിയുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു മാലാക പെൺകുട്ടി ഹർമന്റെ നേരെ, ഹർമൻ കി തരഫ്, ഹർമന്റെ നേരെ ഏക്ക് സേബ് ഫേങ്കാത, ഒരു ആപ്പിൾ എറിഞ്ഞു കൊടുത്തു. അഗർ, ഒരു പക്ഷേ, കിസി സിപ്പാഹിനെ ദേഖ് ലിയാ ഹോത്താ തോ, ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ കണ്ടിരുന്നു എങ്കിൽ, ഉസെ മൗത്ത് കി സജാ മിൽ സക്തി തി, അവന് മരണശിക്ഷ ലഭിക്കുമായിരുന്നു. ദോനോം കോഹി സജാ ഹോ സക്തി തി, രണ്ടു പേർക്കും ശിക്ഷ ലഭിക്കുമായിരുന്നു.
फिफ्थ वन, मेरे क्या पाया और क्या गोया, हर मैंने क्यों ऐसा सोचा होगा. മേംനെ ക്യാ പായ, ഞാൻ എന്താണ് നേടിയത്, ഓർ ക്യാ ഗോയ, എന്താണ് നഷ്ടപ്പെടുത്തിയത്, ഹർമനെ ക്യോ ഐസ സോച്ചാ ഹോങ്ക, ഹർമനി എന്തുകൊണ്ടാവും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക. ഉത്തർ, बचपन में कैंप में बहुत कठिनाइयों झेलने के बाद हरमन बड़ा होकर ന്യൂയോർക്ക് പहुंचा. ബച്പൻ മേം കുട്ടിക്കാലത്തില്, ക്യാമ്പ് മേം ക്യാമ്പില്, ബഹുത് കഠിനായിയോം ചേൽനെ കെ ബാദ് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചതിന് ശേഷം ഹർമൻ ബഡാ ഹോക്കർ വലുതായപ്പോൾ, വലിയ മനുഷ്യനായപ്പോൾ, യുവാവായപ്പോൾ ന്യൂയോർക്ക് പഹുഞ്ച, ന്യൂയോർക്കിൽ എത്തിച്ചേർന്നു. വഹാ നയാ ജീവൻ ജീത്തെ സമയബി, അവിടെ ഒരു പുതിയ ജീവിതം ജീവിക്കുന്ന സമയത്തും, അവിടെ ഒരു നല്ലൊരു ജീവിതം ജീവിക്കുന്ന സമയത്തും, ഉസേ അവന് അപ്പനി പുരാനേ ജീവൻ കി യാദേം ആത്തി രഹത്തി, അവന്റെ പഴയ ജീവിതത്തിലെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. കുട്ടിക്കാലത്ത് ഹർമൻ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിരുന്നു ക്യാമ്പിൽ വെച്ച്. അവിടെ നിന്ന് യുവാവായതിനു ശേഷം ന്യൂയോർക്കിലോട്ട് പോയി അവിടെ ഒരു നല്ല ജീവിതം ജീവിക്കുന്ന സമയത്തും അവന് പഴയ ജീവിതത്തിലെ കഷ്ടപ്പാടിന്റെ ഓർമ്മകൾ ഇങ്ങനെ ഓടി വരികയായിരുന്നു അവന്റെ മനസ്സിലോട്ട്. അതുകൊണ്ടാണ് ഹർമൻ അങ്ങനെ ചിന്തിച്ചത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. കഹാനി കെ ആധാർ പർ ലിഖേ, യഹ് കഥൻ കിസ്കാ ഹേ. കഥയെ അടിസ്ഥാനപ്പെടുത്തി ഈ പ്രസ്താവനകളൊക്കെ ആരുടേതാണെന്ന് പറയാനാണ്. ഇവിടെ എഴുതാനൊരു സ്ഥലമുണ്ട്. ഇവിടെ അവർ പറഞ്ഞ പ്രസ്താവനകളാണ്. ഇവിടെയാണ് ആൻസർ എഴുതി കൊടുക്കേണ്ടത്. ആൻസർ നോക്കാം. ഏക് പരി ആക്കർ തുമേ ബച്ചായെങ്കി, ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കും. അമ്മയാണ് പറഞ്ഞത് അല്ലെ. ആരാ പറഞ്ഞത്? അമ്മ. ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കുന്ന സ്വപ്നത്തിൽ അമ്മ വന്ന് പറഞ്ഞു. മേം ഏക് ലഡ്കെ കെ ലിയെ റോസാന സേബ് ലേക്കർ ജാത്തി തീ, ഞാൻ ഒരു ചെക്കന് വേണ്ടിയിട്ട്, ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് ദിവസവും ആപ്പിളുമായി പോയിരുന്നു. ആര് പറഞ്ഞു? പരീലടിക്ക്. അബ് യഹി ഘർ ഹേ, ഇപ്പോൾ ഇതാണ് വീട്. അതാരാണ് പറഞ്ഞത്? ഹർമൻ കാ ബായി, ഹർമന്റെ ബ്രദർ. തുമേ വോ ലഡ്കി പസന്ത് ആയെങ്കി, നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടും. ഹർമൻ കാ ദോസ്ത്, ഹർമന്റെ ഫ്രണ്ടാണ് പറഞ്ഞത്. മേം വഹാം ഏക് ശിവിർ മേം കൈദീത, ഞാൻ അവിടെ ഒരു ക്യാമ്പിൽ തടവുകാരനായിരുന്നു. ആര് പറഞ്ഞു? ഹർമൻ പറഞ്ഞു. നെക്സ്റ്റ് ആക്ടിവിറ്റി, കഹാനി പഠേം ഔർ ഘടനാവും കോ ക്രമബദ്ധ് കരേം. കഥ വായിച്ച് ഈ സംഭവങ്ങൾ ക്രമത്തിൽ ആക്കുക, ഓർഡറിലാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് മീനിങ് നോക്കാം. പരി ലഡ്കി സേ ഹർമൻ കോ മദദ് മിൽത്തി ഹേ, മാലാഖ പെൺകുട്ടിയിൽ നിന്ന് ഹർമന് സഹായം ലഭിക്കുന്നു. യുവാ ബനനെ പർ ഹർമൻ ജീനെ കെ ലിയെ അമേരിക്ക ചലാ ജാത്താ ഹേ, യുവാവാകുമ്പോൾ ഹർമൻ അമേരിക്കയിൽ താമസിക്കാൻ പോകുന്നു. യുദ്ധ സമാപ്ത് ഹോ ജാത്താ ഹേ, യുദ്ധം അവസാനിക്കുന്നു. ഹർമൻ മാം സെ അലഗ് ഹോത്താ ഹേ, ഹർമൻ അമ്മയിൽ നിന്ന് വേർതിരിഞ്ഞു കഴിയുകയാണ്. പരി ലഡ്കി കോ പഹ്ചാൻതാ ഹേ, മാലാഖ പെൺകുട്ടിയെ തിരിച്ചറിയുന്നു. ഹർമൻ ആഖിരി ബാഡ് കെ പാസ് ജാത്താ ഹേ, ഹർമൻ അവസാനമായി ഒരിക്കൽ കൂടി വേലിക്കരികിലോട്ട് ചെല്ലുന്നു. ഹർമൻ കൈദി ശിവിർ മേം കൈദി ഹോത്താതാ, ഹർമൻ ജയിൽ ക്യാമ്പിൽ തടവിലാണ്. ഹർമൻ ഭായിയോം കെ സാത്ത് ഇംഗ്ലണ്ട് ചലാ ജാത്താ ഹേ, ഹർമൻ തന്റെ സഹോദരന്മാരുടെ കൂടെ ഇംഗ്ലണ്ടിലോട്ട് മാറുന്നു. പരി ലഡ്കി സെ പുനഃ മിൽത്താ ഹേ, മാലാഖ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടുന്നു. കഥ നിങ്ങൾ പഠിച്ചതാണ്. ഇതിന്റെ മീനിങ് മനസ്സിലാക്കിയാൽ ഓർഡറിൽ എഴുതാൻ വളരെ ഈസിയാണ്.
ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഹർമൻ മാംസെ അലഗ് ഹോത്ത ഹൈ. ഹർമൻ ആദ്യം അമ്മയിൽ നിന്ന് വേർപിരിയുന്നു. ഹർമൻ കൈദി ശിവിർ മേ ബന്ദി ഹോത്ത ഹൈ. പിന്നീട് തടവ് ക്യാമ്പിലാകുന്നു. പരി ലഡ്കി സെ ഹർമൻ കോ മദദ് മിൽത്തി ഹെ. മാലാഖ പെൺകുട്ടി ഹർമനെ സഹായിക്കുന്നു. യുദ്ധ സമാപ്ത് ഹോ ജാത്ത ഹെ. യുദ്ധം അവസാനിക്കുന്നു. ഹർമനി ആഖിരി ബാർ ബാഡ് കെ പാസ് ജാത്ത ഹെ. ഹർമൻ അവസാനമായിട്ട് വേലിയുടെ അടുത്തേക്ക് പോകുന്നു. ഹർമൻ ഭായിയോം കെ സാത്ത് ഇംഗ്ലണ്ട് ചലാ ജാത്ത ഹെ. ഹർമൻ പിന്നീട് സഹോദരന്മാരുടെ കൂടെ ഇംഗ്ലണ്ടിലോട്ട് പോകുന്നു. യുവാ ബനിനെ പർ ഹർമൻ ജീനെ കെ ലിയെ അമേരിക്ക ചലാ ജാത്ത ഹെ. യുവാവാകുമ്പോൾ അദ്ദേഹം ജീവിക്കാൻ വേണ്ടി അമേരിക്കയിലോട്ട് പോകുന്നു. പരി ലഡ്കി സെ പുനഃ മിൽത്ത ഹെ. മാലാഖ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടുന്നു. കഥയിലെ എല്ലാ ഭാഗവും ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ. ലാസ്റ്റ് പോയിന്റ്, പരി ലഡ്കി കോ പഹ്ചാൻതാ ഹെ. മാലാഖ പെൺകുട്ടിയെ തിരിച്ചറിയുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇൻ മുഹാവരോം കോ സമച്ചേ ഞാൻ ഈ പ്രസംഗ മേ പ്രयोग കരേ. ഇവിടെ തന്നിട്ടുള്ള 2 മുഹാവരെ മനസ്സിലാക്കിയിട്ട് വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ജാൻ ജോക്കിം മേം ഡാൽന. ജാൻ ജോക്കിം മേം ഡാൽന എന്ന് വെച്ചാൽ ജീവൻ അപകടത്തിലാക്കുക, ഒറ്റൊരാളുടെ ജീവൻ അപകടത്തിലാക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അതീത് കാ കൈദി ഹോന, ഭൂതകാലത്തിന്റെ തടവുകാരനാവുക. ഈ 2 വേർഡ്സുകളും ഈ 2 മുഹാവരയും ചേർത്തിട്ട് വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. उसने जान जोखिम में डालकर आग में फंसे लोगों को बाहर निकाला. ഉസ്നെ അവൻ, ജാൻ ജോക്കിം മേം ഡാൽക്കർ തന്റെ ജീവൻ അപകടത്തിൽപ്പെടുത്തിയിട്ട്, തന്റെ ജീവൻ പണയപ്പെടുത്തിയിട്ട്, ആഗ്മേം ഫംസേ ലോകോം കോ ബാഹർ നികല, തീയിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെത്തിച്ചു, കുടുങ്ങിയ ആളുകളെ രക്ഷിച്ചു. അപ്പോൾ ജീവൻ പണയപ്പെടുത്തുക എന്ന്, ജാൻ ജോക്കിംഗ് മേം ഡാൽന, ജീവൻ പണയപ്പെടുത്തുക. അപ്പൊ അദ്ദേഹം തന്റെ ജീവൻ പണയപ്പെടുത്തിയിട്ട് തീയിൽ കുടുങ്ങിയ ആളുകളെ ബാഹർനികല, പുറത്തു കൊണ്ടുവന്നു, രക്ഷിച്ചു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അതീത് കാ കൈദി ഹോന, ഭൂതകാലത്തിന്റെ തടവുകാരനാവുക. അത് വെച്ചിട്ട് വാക്യമുണ്ടാക്കിയത്. വഹ് അതീത് കാ കൈദി ഹോക്കർ വർത്തമാൻ മേ ഗുഷ് നഹീം രഹ പാത്ത. അവന് ഭൂതകാലത്തിന്റെ തടവുകാരനായതിനാൽ അവന് വർത്തമാനകാലത്ത് സന്തോഷിക്കുവാൻ കഴിയില്ല. എന്താണ് അങ്ങനെ പറഞ്ഞ? പഴയ കാലത്തിന്റെ ചിന്തകളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർത്തോണ്ട് നടന്നിട്ട് അവനിപ്പോ പ്രസന്റില് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് 2 ഇതുകൊണ്ട് സെന്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി വന്നിട്ടുള്ളത് കഹാനിക്ക് ആധാർ പർ വാക്യ വിസ്താർ കരേം. നമ്മുടെ ഈ കഥ പരി ലഡ്കി എന്ന കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വാക്യങ്ങൾ വികസിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എക്സാമിന് അത് എപ്പോഴും വരുന്നതാണ് അല്ലേ. ഓരോ വേർഡ്സുകൾ കൂട്ടിച്ചേർത്ത് വാക്യ പിരമിഡ് ആക്കിയിട്ട് വാക്യങ്ങൾ വലുതാക്കുക. വാക്യ പിരമിഡ് തന്നെയാണ് ഈ വാക്യ വിസ്താരം വരുന്നത്. ഇവിടെ തന്നിട്ടുള്ളത് റോമ കാം കർത്തീതി, റോമ ജോലി ചെയ്തിരുന്നു. ആരാണ് റോമ? ഈ കഥയിലെ പരി ലഡ്കിയാണ്. ആൻസർ, റോമ കാം കർത്തീതി, റോമ ജോലി ചെയ്തിരുന്നു. റോമ ഗേത്ത് പർ കാം കർത്തീതി, റോമ വയലിൽ ജോലി ചെയ്തിരുന്നു. റോമ ഗാവ് കെ ഗേത്ത് പർ കാം കർത്തീതി, റോമ ഗ്രാമത്തിലെ വയലിൽ ജോലി ചെയ്തിരുന്നു. റോമ ഏക് ചോട്ടെ ഗാവ് കെ ഗേത്ത് പർ കാം കർത്തീതി, റോമ ഒരു ചെറിയ ഗ്രാമത്തിലെ വയലിൽ ജോലി ചെയ്തിരുന്നു. റോമ ജർമ്മനി കെ ഏക് ചോട്ടെ ഗാവ് കെ ഗേത്ത് പർ കാം കർത്തീതി, റോമ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ വയലിൽ ജോലി ചെയ്തിരുന്നു. നമ്മുടെ വാക്യ പിരമിഡ് തന്നെയാണിത്. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് രേഖാങ്കിത് ശബ്ദം കോ ധ്യാൻ ദേം അർത്ഥഭേദ സമച്ചയം. അണ്ടർലൈൻ ചെയ്ത വേർഡ്സുകൾ ശ്രദ്ധിക്കാന്, എന്നിട്ട് അർത്ഥവ്യത്യാസം മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? മേരി ട്രെയിൻ തേസി സെ ആകെ ബഡ്തി തി, എന്റെ ട്രെയിൻ വേഗത്തിൽ നീങ്ങി, മുന്നോട്ട് നീങ്ങി.
മേരി ട്രെയിൻ തേസി സെ ആകെ ബഡ്തി ഹെ. എന്റെ ട്രെയിൻ വേഗത്തിൽ നീങ്ങുന്നു. മേരി ട്രെയിൻ തേസി സെ ആകെ ബഡേഗി. എന്റെ ട്രെയിൻ വേഗത്തിൽ നീങ്ങും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് പിതാ പിയാനോ ബജാത്തേതെ. അച്ഛൻ പിയാനോ വായിച്ചു. പിതാ പിയാനോ ബജാത്തേഹെ. അച്ഛൻ പിയാനോ വായിക്കുന്നു. പിതാ പിയാനോ ബജായേംഗെ. അച്ഛൻ പിയാനോ വായിക്കും. ഇവിടെ എന്താണ് മനസ്സിലാവുന്നത്? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇത് വായിച്ചു അല്ലേ? പാസ്റ്റ് ടെൻസ് ആണ്. ഇത് വായിക്കുന്നു പ്രസന്റ് ടെൻസ് ആണ്. വായിക്കും ഫ്യൂച്ചർ ടെൻസ് അല്ലേ? ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, ഇങ്ങനെ 3 കാലങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമൂനയ്ക്ക് അനുസാർ ലിഖെ. മാതൃക പോലെ എഴുതുക. അവിടെ 3 കാലങ്ങളെയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ചില സെന്റൻസിന്റെ ചില കാലങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അവിടെ തന്ന മാതൃക നോക്കിയിട്ട് ഇവിടെ കോളം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ നോക്കാം. മേരി മാം ഗാന ബനാതീതി. എന്റെ അമ്മ ഭക്ഷണം പാചകം ചെയ്യുന്നു. ബനാതീതി. എന്റെ അമ്മ ഭക്ഷണം പാചകം ചെയ്തു. മേരി മാം ഗാന ബനാത്തി ഹെ. എന്റെ അമ്മ ഭക്ഷണം പാചകം ചെയ്യുന്നു. മേരി മാം ഗാന ബനായെങ്കി. എന്റെ അമ്മ ഭക്ഷണം പാചകം ചെയ്യും. 3 കാലങ്ങളിൽ മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് മേരെ പയർ ആകെ ബഡ്തേതെ. എന്റെ കാലുകൾ മുന്നോട്ടു നീങ്ങി. മേരെ പയർ ആകെ ബഡ്തേ ഹൈ. എന്റെ കാലുകൾ മുന്നോട്ട് നീങ്ങുന്നു. മേരെ പയർ ആകെ ബഡേങ്കെ. എന്റെ കാലുകൾ മുന്നോട്ട് നീങ്ങും. ഇവിടെ മേരി മാം സ്ത്രീലിംഗമായത് കൊണ്ടാണ് ബനാത്തി എന്ന് പറഞ്ഞത്. ഇവിടെ പ്ലൂരൽ ആണ് കേട്ടോ. പ്ലൂരൽ വന്നത് കൊണ്ടാണ് തേതെ. നെക്സ്റ്റ് മേരെ ഹാത്തോം സെ ഗൂൻ ബഹ്താദ. എന്റെ കൈകളിൽ നിന്ന് ചോര ഒഴുകി. മേരെ ഹാത്തോം സെ ഗൂൻ ബഹ്താഹെ. എന്റെ കയ്യിൽ നിന്ന് ചോര ഒഴുകുന്നു. മേരെ ഹാത്തോം സെ ഗൂൻ ബഹേങ്ക. എന്റെ കയ്യിൽ നിന്ന് ചോര ഒഴുകും. നെക്സ്റ്റ് വഹ് ബാഡ് കെ പാസ് ജാത്തി തി. അവൻ വേലിക്കരികിൽ പോയി. വഹ് ബാഡ് കെ പാസ് ജാത്തി. അവൻ വേലിക്കരികിൽ പോകുന്നു. വഹ് ബാഡ് കെ പാസ് ജായെങ്കി. അവൻ വേലിക്കരികിൽ പോകും. മേം കാർഖാനെ മേം കാം കർത്താ താ. ഞാൻ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു. മേം കാർഖാനെ മേം കാം കർത്താഹും. ഞാൻ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നു. മേം കാർഖാനെ മേം കാം കരൂങ്ക. ഞാൻ ഫാക്ടറികളിൽ ജോലി ചെയ്യും. ഇവിടെ ഹും വന്നത് മേം സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് മേം ഗർ ജാന ചാഹ്താ താ. ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു. മേം ഗർ ജാന ചാഹ്താഹും. ഞാൻ വീട്ടിൽ പോവാൻ ആഗ്രഹിക്കുന്നു. മേം ഗർ ജാന ചാഹൂങ്ക. ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കും. ഇവിടെ മേം സബ്ജക്റ്റ് ആയി വരുമ്പോൾ അവസാനം ഹും ഉപയോഗിക്കണം. ഇവിടെ ചലു, അതുകൊണ്ടാണ് ഇവിടെ ചാഹൂങ്ക എന്ന് വന്നത്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്, ഫ്യൂച്ചർ ടെൻസ് ആണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ഹർമൻ കെ ജീവൻ പ്രസംഗോം സെ സംബന്ധിത് വാക്യ ചുൻകർ താലിക ബരേം. ഹർമന്റെ ജീവിതത്തിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വാക്യങ്ങൾ തെരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക. താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പട്ടികയാണ് തന്നിട്ടുള്ളത്. ഷിവിർ മേം ക്യാമ്പിൽ. ഷിവിർ സെ ചൂടിനേക്കെ ബാദ്. ക്യാമ്പിൽ നിന്ന് മോചിതനായതിനു ശേഷം. അപ്പൊ മുകളിൽ തന്ന ഈ കോളത്തിലുള്ളത് ക്യാമ്പിലുള്ളത് ഏതൊക്കെയാണ്, ക്യാമ്പിൽ നിന്ന് ശേഷം മോചിതനായതിനു ശേഷം ഏതാണെന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ഈ സെന്റൻസുകൾ നന്നായിട്ട് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കുക. അർത്ഥം മനസ്സിലായാൽ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ഹർമൻ ഏക്ക് നയി ജിന്ദഗി കി ശുരുവാത്ത് കർനെ കെ ലിയെ അമേരിക്ക ചലാ ജാത്താ ഹെ. ഹർമൻ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ അമേരിക്കയിലേക്ക് പോകുന്നു. അതെവിടെയാണ് വരേണ്ടത്? കൈദി കെ അല്ല സോറി ശിവിർ കെ ചൂടിനെ കെ ബാദ് അല്ലെ, ക്യാമ്പിൽ നിന്ന് മോചിതരായതിനു ശേഷമാണ് ഹർമൻ അമേരിക്കയിലോട്ട് പോയത്. സൈക്കഡോം ലോഗോം കെ ബീച്ച് ദബ്കർ സോത്താ ഹെ. ആയിരക്കണക്കിന് സൈക്കഡോം സോറി നൂറുകണക്കിന് ആളുകൾക്കിടയിൽ അയാള് കൂട്ടം കൂടി ഉറങ്ങുന്നു. അത് ക്യാമ്പിൽ സംഭവിച്ചതാണ്. റോമാസെ സഹായത മിൽത്തി ഹെ. റോമയുടെ അടുത്തുനിന്ന് ഹെൽപ്പ് കിട്ടുന്നു. അതും ക്യാമ്പിൽ ജീവിച്ചപ്പോഴാണ്. ഹർമൻ അതീത് കോ ഭൂൽനെ കി കോശിഷ് കർത്താ ഹെ. ഹർമൻ ഭൂതകാലം മറക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു. ക്യാമ്പിന് ശേഷമാണ്. ഹർമൻ അകേല ഔർ അസഹായ് മഹസൂസ് കർത്താ ഹെ. ഹർമന് ഏകാന്തതയും നിസ്സഹായവും തോന്നുന്നു. അത് ക്യാമ്പിൽ നിന്നാണ്. നെക്സ്റ്റ് റോമാസെ പുനഃ സമ്പന്ന ഹോത്താ ഹെ. റോമാസെ പുനഃ മിലൻ സംബന്ധ ഹോത്ത ഹെ. റോമയെ വീണ്ടും കണ്ടുമുട്ടുന്നു. അത് ക്യാമ്പിൽ നിന്നല്ല, അത് ക്യാമ്പിൽ നിന്ന് മോചിതനായതിനു ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടുന്നു. കടി മെഹ്നത് ഔർ ഭൂക്ക് സെ രഹ്താ ഹെ. കഠിനമായ ഹാർഡ് വർക്കും പട്ടിണിയും കൊണ്ട് ജീവിക്കുന്നു. അതെവിടെയാണ്? ക്യാമ്പിൽ. നെക്സ്റ്റ് ഭായിയോം കെ സാത്ത് ഇംഗ്ലണ്ട് ചലാ ജാത്താ ഹെ. സഹോദരന്മാരുടെ കൂടെ ഇംഗ്ലണ്ടിലോട്ട് പോകുന്നു. അത് ക്യാമ്പിൽ നിന്ന് മോചിതനായതിനു ശേഷമാണ്. അത് ആൻസർ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാമ്പിൽ വെച്ചുള്ളത് ക്യാമ്പിൽ നിന്ന് മോചിതനായതിനു ശേഷം എന്നുള്ളത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. शिविर में ക്യാമ്പില് ഹർമൻ ബൈ ഔർ ബേചൈനി സെ രഹ്താ ഹെ. ഹർമൻ ഭയത്തിലും അസ്വസ്ഥതയിലും ജീവിക്കുന്നു. സൈക്കഡോം ലോഗോം കെ ബീച്ച് ദബ്കർ സോത്താ ഹെ. നൂറുകണക്കിന് ആളുകൾക്കിടയിൽ കൂട്ടം കൂടി ഉറങ്ങുന്നു. റോമാസെ സഹായത മിൽത്തി ഹെ. റോമയുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് കിട്ടുന്നു. ഹർമൻ അകേല ഔർ അസഹായ് മഹ്സൂസ് കർത്താ ഹെ. ഹർമൻ ഒരു ഏകാന്തതയും നിസ്സഹായവും ഫീൽ ചെയ്യുന്നു. കടി മെഹ്നത് ഔർ ഭൂക്ക് സെ രഹ്താ ഹെ. കഠിനാധ്വാനം കൊണ്ടും വിശപ്പ് കൊണ്ടും ജീവിക്കുന്നു. ഇതൊക്കെ ക്യാമ്പിൽ നിന്ന് സംഭവിച്ചതാണ്. ഷിബിർ സെ ഢൂണ്ടിനെ കെ ബാദ്. ക്യാമ്പിൽ നിന്ന് മോചിതനായതിനു ശേഷം. അതീത് കാ കൈദി ബൻകർ രഹ്താ ഹെ. അവൻ ഭൂതകാലത്തിന്റെ തടവുകാരനായി തുടരുന്നു. അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നു. ഹർമൻ ഏക്ക് നയി ജിന്ദഗിക്ക് ഹർമൻ ഏക്ക് നയി ജിന്ദഗിക്ക് ശുരുആത് കർനെ കെ ലിയെ അമേരിക്ക ചലാ ജാത്താ ഹെ. പുതിയൊരു ജീവിതം ആരംഭിക്കാൻ ഹർമൻ അമേരിക്കയിലേക്ക് പോകുന്നു. ഹർമൻ അതീത് കോ ഭൂൽനെ കി കോശിഷ് കർത്താ ഹെ. ഹർമൻ പഴയകാല ഓർമ്മകൾ മറക്കാൻ പരിശ്രമിക്കുന്നു. റോമാസെ പുന മിലൻ സമ്പന്ന ഹോത്തി ഹെ. റോമയെ വീണ്ടും കണ്ടുമുട്ടുന്നു. ഭായിയോം കെ സാത്ത് ഇംഗ്ലണ്ട് ചലാ ജാത്താ ഹെ. സഹോദരന്മാരുടെ കൂടെ ഇംഗ്ലണ്ടിലോട്ട് പോകുന്നു. ഈ സംഭവങ്ങളെല്ലാം ക്യാമ്പിൽ നിന്ന് മോചിതനായതിനു ശേഷം, ക്യാമ്പ് വിട്ടതിന് ശേഷം നടന്നതാണ്. ഇങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി വന്നിട്ടുള്ളത് ലഡ്കെ ചരിത്ര കി വിശേഷത के अनुसार कहानी से प्रसंग चुनकर लिखे. ലഡ്കെ ചരിത്ര കി വിശേഷത. കുട്ടിയുടെ കഥയിൽ നിന്ന് കഥയിലുള്ള കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളൊക്കെ അനുസരിച്ച് കഥയിൽ നിന്ന് ഓരോ സംഭവങ്ങൾ തിരഞ്ഞെടുത്ത് കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് എഴുതുക. ഹർമൻ എന്ന കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളാണ് എഴുതേണ്ടത്. ഇവിടെ അനുഭവി, ആത്മനിർഭർ, കൃതജ്ഞ, ഭാവുക്, സംഘർഷഹീൻ. അദ്ദേഹം ഈ അനുഭവി എന്താണ് അദ്ദേഹത്തിന് ഉണ്ടായതെന്നൊരു ഉദാഹരണം ഇവിടെ എഴുതുക. അങ്ങനെ എല്ലാത്തിൻ്റെയും ഉദാഹരണം ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല.
ആൻസർ നോക്കാം. അനുഭവി, അദ്ദേഹം എന്തെല്ലാം അനുഭവിച്ചു, ഒരു അനുഭവ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച ഒരു കുട്ടിയായിരുന്നു എന്നതിന്. കം ഉമ്ര മേം ഗംഭീർ പരിസ്ഥിതിയോം കാ സാമന കർത്താ ഹെ, കുറഞ്ഞ പ്രായത്തിൽ തന്നെ, ചെറുപ്പത്തിൽ തന്നെ ഗുരുതരമായ സാഹചര്യങ്ങളെ നേരിടുന്നു. ആത്മനിർഭർ, ആത്മനിർഭർ എന്ന് വെച്ചാൽ സാശ്രയത്വം, ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരവസ്ഥ. യുദ്ധ ശിവിർ മേം, യുദ്ധ ക്യാമ്പിൽ അകേലെ ഹി മുസീബത്തോം കാ സാമന കർത്താ ഹെ, യുദ്ധ ക്യാമ്പിൽ വെച്ച് ഒറ്റക്ക് കഷ്ടപ്പാടുകളെ നേരിടുന്നു. അകേലെ ഹി, ഒറ്റക്ക് തന്നെ, മുഷ്കിലോം കാ സാമന കർത്താ ഹെ, കഷ്ടപ്പാടുകളെ നേരിടുന്നു. നെക്സ്റ്റ് കൃതജ്ഞ, നന്ദി. പരി ലड़की के द्वारा दिए गए सेब को रोज സ്വീകാർ करता है, മാലാക പെൺകുട്ടിയിൽ നിന്ന് കിട്ടുന്ന ആപ്പിൾ ഡെയിലി സ്വീകരിക്കുന്നു, നന്ദിയോടെ സ്വീകരിക്കുന്നു. ഭാവുക്, ഭാവുക് എന്ന് വെച്ചാൽ വികാരഭരിതമായ. ഹമേഷ അപ്പനി മാം കെ ബാരെ മേ യാദ് കർത്തെ, എപ്പോഴും തന്റെ അമ്മയെ കുറിച്ച് ചിന്തിക്കുന്നു. സംഘർഷഹീൻ, സംഘർഷഹീൻ എന്ന് വെച്ചാൽ സമരം ചെയ്യുന്നു. എന്തിനാണ്? യുദ്ധ ശിവിർ മേ, യുദ്ധ ക്യാമ്പിലെ. ലഗാതാർ, കണ്ടിന്യൂ ആയിട്ട്. കാം, ജോലി. ഡണ്ട്, തണുപ്പ്. ഔർ ഭൂക്ക് കോ ചേൽന, വിശപ്പ് സഹിക്കുക. അങ്ങനെ അദ്ദേഹം അതിനോട് സ്വയം സമരം ചെയ്യുന്നു. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹർമൻ കെ ചരിത്ര പർ ടിപ്പണി ലിഖേം എന്നാണ്. പിന്നീട് വരുന്നത് ഒരു പടുകഥ തയ്യാറാക്കാനാണ്. ഇതെല്ലാം നമ്മൾ പരിയിലെടുക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഈ കഥയുമായി ബന്ധപ്പെട്ട ചില വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. പരിയിലെടുക്കി കിസ് പ്രകാർ കി രചന ഹെ, പരിയിലെടുക്കി എന്ന കഥ പരിയിലെടുക്കി എന്നത് ഏത് തരത്തിലുള്ള രചനയാണ്? കഹാനി, കഥയാണ്. പരിയിലെടുക്കി മേം ലഡ്കെ കാ നാം ക്യാ ഹെ, പരിയിലെടുക്കി എന്ന കഥയിലെ ലഡ്കെ, ആൺകുട്ടിയുടെ പേര് എന്താണ്? ഹർമൻ. നെക്സ്റ്റ്, ഹർമൻ ഹമേഷ കിസ്സെ ലിപ്പടാ രഹത്താ ഹെ, ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള ഹർമൻ എപ്പോഴും ആരുടെ കൂടെയാണ് നിന്നിരുന്നത്? ഹർമൻ അപ്പനെ മാം കെ പത്തലി ശരീർ സെ, ഹർമൻ തന്റെ അമ്മയുടെ, ഹർമൻ എപ്പോഴും ആരെയാണ് പറ്റിപ്പിടിച്ചിരുന്നത് എന്നാണ് ക്വസ്റ്റ്യന്. അപ്പനി മാം കെ പത്തലി ശരീർ സെ, തന്റെ അമ്മയുടെ മെലിഞ്ഞ ശരീരത്തിൽ. ഹർമൻ കോ കഹാം ലേ ജായാ ഗയ, ഹർമനെ എവിടേക്കാണ് കൊണ്ടുപോയത്? എങ്ങോട്ടാണ്? കൈദി ശിവിർ മേ, തടവ് ക്യാമ്പിൽ. നെക്സ്റ്റ്, ജബ് ട്രെയിൻ രുക്കി തോ കിസ്നെ ഹർമൻ കി ബാഹ് പകടി, ട്രെയിന് നിന്നപ്പോൾ ആരാണ് ഹർമന്റെ കൈ പിടിച്ചത്? ഗാർഡ്, ഗാർഡൻ. രാത് കോ ഹവാമേ ക്യാ ഗൂഞ്ചനെ ലഗി, രാത്രി കാറ്റിൽ അല്ലെങ്കിൽ വായുവിൽ എന്താണ് മുഴങ്ങി തുടങ്ങിയത്? ഗോലിയോം കി ആവാസ്, വെടിയൊച്ച എന്നാണ്. നെക്സ്റ്റ്, ഗാർഡനെ ഹർമൻ കോ ക്യാ സൗഭാഗ്യ, ഗാർഡൻ ഹർമനെ എന്താണ് ഏൽപ്പിച്ചത്? ക്യാമ്പിലെത്തിയിട്ട് ഹർമനെ എന്താ ഏൽപ്പിച്ചത്? എക്ക് യൂണിഫോം ഔർ കാം, ഒരു യൂണിഫോമും ജോലിയും. ഗാർഡനെ കഹാം ജാനെ കോ ചില്ലായ, ഗാർഡൻ എങ്ങോട്ട് പോകാനാണ് പറഞ്ഞത്? ബൈരക്ക് മേ, ബൈരക്കിലോട്ട്. ഹർമനെ കിസ്കോ കസ്കർ പക്കടിലിയ, ഹർമൻ ആരെയാണ് മുറുകെ പിടിച്ചത്? അപ്പനെ ബായിക്കോ, തന്റെ സഹോദരനെ. ജബ് ഹർമൻ കോ ഭൂക്ക് ലഗ്തി തോ ക്യാ യാദ് കർത്താ ഹെ, ഹർമന് വിശപ്പ് വന്നപ്പോൾ അവൻ എന്താണ് ഓർമ്മ വന്നത്? മാം കെ ഗാന പക്കാനേക്ക്, അമ്മ ഭക്ഷണം പാചകം ചെയ്യുന്നത്. രാത് കോ ഹർമൻ കോ ക്യാ ദിയാ ഗയ, രാത്രിയിൽ ഹർമൻ എന്താണ് നൽകിയിരുന്നത്? സൂപ്പ്. നെക്സ്റ്റ്, മേം ഗർ ജാന ചാഹ്താ ഹൂം യഹ് കിസ്നെ കഹാ, ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ആരാണ് പറഞ്ഞത്? ഹർമൻ. ഇസ്കേ ലിയേ ഭായിനെ ക്യാ ജവാബ് ദിയ, അത് കേട്ടപ്പോൾ സഹോദരൻ എന്ത് മറുപടി പറഞ്ഞു? അബ് യഹി ഗർ ഹെ, ഇപ്പോൾ ഇതാണ് വീട്. ജബ് ഹർമൻ കാർഖാനെ മേം കാം കർത്താ തോ ക്യാ കൽപ്പന കർത്താ താ, ഹർമൻ ഫാക്ടറികളിൽ ജോലി ചെയ്തപ്പോൾ ഹർമൻ എന്താണ് വിചാരിച്ചത്? ഹർമൻ എന്താണ് സങ്കല്പിച്ചത്? അപ്പനെ ഗർ കെ പാസ് പാർക്ക് മേ ഖേൽനേക്ക് കൽപ്പന കർത്താ താ, തന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പാർക്കിൽ കളിക്കുന്നത് പോലെ സങ്കല്പിച്ചു.
റോമ പഹലെ കഹാം കാം കർത്തിതി. റോമ ആദ്യം എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? ഗേത്ത് പർ കാം കർത്തിതി. വയലിൽ ജോലി ചെയ്തിരുന്നു. ഹർമനെ റോമാസെ ധീരേസെ ക്യാ കഹ. ഹർമൻ റോമയോട് പതുക്കെ എന്താണ് പറഞ്ഞത്? തു മേരി പരി ലടുക്കി ഹോ. ഉസ് പരി ലടുക്കി കാ നാം ക്യാ താ. ആ മാലാഖ പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു? റോമ എന്നായിരുന്നു. ഹർമൻ ഡിന്നർ മേം കിസ്സെ മില. ഹർമൻ ഡിന്നർ സമയത്ത് ഡിന്നർ കഴിച്ചപ്പോൾ ആരെയാണ് കണ്ടുമുട്ടിയത്? റോമ നാമക്ക് ലടുക്കി സെ. റോമ എന്നു പേരുള്ള പെൺകുട്ടിയെ. നെക്സ്റ്റ്, ഹർമൻ കഹാം സോഗയ. ഹർമൻ എവിടെയാണ് ഉറങ്ങിയത്? ഷെൽഫ് പർ. ഷെൽഫിലാണ് ഉറങ്ങിയത് ക്യാമ്പിൽ നിന്നും പറഞ്ഞിരുന്നു. നെക്സ്റ്റ്, ഹർമൻ ഹമേഷ കിസ്കി യാദ് മേ രഹ്ത. ഹർമൻ എപ്പോഴും ആരെയാണ് ഓർത്തോണ്ടിരുന്നത്? അപ്പനെ മാം കെ. മാം ने सपने में आकर उससे क्या कहा. അമ്മ സ്വപ്നത്തിൽ വന്നിട്ട് അവനോട് എന്താണ് പറഞ്ഞത്? ഏക്ക് പരി ആക്കർ തുമേം ബച്ചായെങ്കിൽ. ഒരു മാലാഖ വന്നിട്ട് നിന്നെ രക്ഷിക്കും. പരി ലടുക്കി റോസ് ആക്കർ ഉസെ ക്യാ ദേനി ലഗി. മാലാഖ പെൺകുട്ടി ദിവസവും വന്നിട്ട് അവന് എന്താണ് നൽകിയിരുന്നത്? ഏക്ക് സേബ്. ഒരു ആപ്പിൾ. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.